إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നിസാ 53-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. അം ലഹും അതല്ല അവർക്കുണ്ടോ നസീബും മിനൽ മുൽക്ക് നസീബുൻ ഓഹരിയുണ്ടോ മിനൽ മുൽക്ക് രാജാധിപത്യത്തിൽ നിന്നും ഓഹരിയുണ്ടോ. ആർക്കാണ്? അതായത് യഹൂദരെ കുറിച്ചാണ് പരാമർശം. ആ യഹൂദർക്ക് രാജാധിപത്യത്തിൽ നിന്നും വല്ല ഓഹരിയുമുണ്ടോ? ഈ ദുനിയാവിൽ ഈ ഭൂമുഖത്ത് വല്ല രാജാധിപത്യവും അവർക്കുണ്ടോ എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ അങ്ങനെ വല്ല രാജാധിപത്യവും ലഭിക്കുകയാണെങ്കിൽ അവർ ജനങ്ങൾക്ക് നൽകയില്ല. ഒരു നെട്ടീർ പോലും നൽകില്ല എന്ന് പറഞ്ഞാൽ ഒരു ഈത്തപ്പഴത്തിന്റെ കുരുവിന്റെ അതിന്റെ ഏറ്റവും അഗ്രമാകത്ത് കിടക്കുന്ന ഒരു പൊട്ട് അത്രയും നിസ്സാരമായ രൂപത്തിലുള്ള പോലും അവർ ഒരിക്കലും ജനങ്ങൾക്ക് പങ്കുവെക്കില്ല, ജനങ്ങൾക്ക് കൊടുക്കില്ല, നൽകില്ല എന്നാണ് അല്ലാഹു പറയുന്നത്. ആ യഹൂദരുടെ അങ്ങേയറ്റത്തെ ധനമോഹവും ആർത്തിയും അതുപോലെയുള്ള അത്യാർത്തിയും അവിടെ അസൂയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ കൂടി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നോക്കൂ നിങ്ങൾ, നാം ഇന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ യഹൂദരെ സംബന്ധിച്ചുള്ള പരാമർശമാണ് ഖുർആൻ നടത്തുന്നത്. അവർക്ക് ഈ ലോകത്ത് യാതൊരു തരത്തിലുള്ള അധികാരവും അന്നേ സമയം മദീനത്തവർക്ക് ഉണ്ടായിരുന്നില്ല. അവർ മുസ്ലിമീങ്ങളുടെ കീഴിൽ നോക്കൂ ഒരു സമാധാന കരാറുണ്ടാക്കിക്കൊണ്ട് കഴിഞ്ഞുകൂടുകയാണ്. എന്നിട്ടും അവർ മുസ്ലിമീങ്ങൾക്കെതിരെ തിരിഞ്ഞുകൊണ്ട് മക്കക്കാരോട് അനുകൂലമായ നിലപാടെടുത്തുകൊണ്ട് മുസ്ലിമീങ്ങളെ തകർക്കാനുള്ള പല കുതന്ത്രങ്ങളും നടത്തുകയും അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറിലേക്ക് അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം നാടുകടത്തുക പോലും ഉണ്ടായി. അവിടെ വെച്ചും മുസ്ലിമീങ്ങളുമായി യുദ്ധമുണ്ടായി. ഇതൊക്കെയാണ് യഹൂദരുടെ ചരിത്രം എന്ന് പറയുന്നത്. ആ യഹൂദരെ കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഭൂമിയിൽ വല്ല അധികാരവും അവർക്കുണ്ടോ? ഇനി അങ്ങനെ വല്ല അധികാരവും ലഭിക്കുകയാണെങ്കിൽ തന്നെ അവരുടെ പിശുക്ക് മൂലവും അവരുടെ അത്യാർത്തി മൂലവും അവർ ഒരിക്കലും അസൂയ മൂലവും അവർ ഒരിക്കലും ജനങ്ങൾക്ക് ഒന്നും തന്നെ നൽകില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സ്വഭാവ വിശുദ്ധമായി ഗുണമായി വിശദീകരിക്കുന്നത്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.